ഹലോ, നമസ്കാരം. ഞാൻ 5-ാം വാർഡ് മുരുകൻകുന്ന് പാറുവിൽ വീട്ടിൽ സി അച്യുതനാണ്. ഫിലിപ്പ് ഇന്ത്യ ഒരു മാർക്കറ്റ് ഷോപ്പിംഗ് റൂം നമ്മുടെ നടക്കാവ് ജംഗ്ഷൻ നടക്കാവ് ജംഗ്ഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് വേണ്ടപ്പെട്ട ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ 5-ാം വാർഡിലൊരു സുഖമില്ലാത്ത ഒരു പയ്യൻ്റെ വീട്ടിൽ നിർദ്ധരായിട്ടുള്ള ഒരു കുടുംബമാണ്. അവർക്ക് ഒരു ദിവസം കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ നിത്യോപ സാധനങ്ങൾ ഉൾപ്പെടെ അരിയും പയറും എണ്ണയും, അതുപോലെ തന്നെ ആ വീട്ടിലെ വയ്യാത്ത പയ്യന് 2500 രൂപ സംഭാവന ഉൾപ്പെടെ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ നാട്ടുകാരുടെ സാന്നിധ്യത്തിലാണ് അത് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയ വിവരം അറിയുന്നത്. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇന്നതുപോലെ 8 രൂപയ്ക്ക് ഒരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഒരു മാസം 1 കിലോ പഞ്ചസാരയും അതോടൊപ്പം വിവിധ നമ്മുടെ വീട്ട് അടുക്കള സാധനങ്ങൾ, മറ്റ് ഇതര ഡ്രസ്സിങ്, കഴുത്ത് മെച്ച ഉൾപ്പെടെയുള്ള വേറെ സാധനങ്ങളുണ്ട്. കുറേയൊക്കെ വരാനുണ്ടെന്ന് പറഞ്ഞു. ഇനി വരും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ഈ സ്ഥാപനത്തിൽ വന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ നല്ല സബ്സിഡിയോട് കൂടിയുള്ള കാര്യങ്ങളാണുള്ളത്. ഇനിയും സാധനങ്ങൾ വരാനുണ്ട്. അപ്പോൾ ആ വരുന്ന മറിക്ക് ആവശ്യമുള്ള അത് നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനിത് പരസ്യപ്പെടുത്തുമ്പോൾ ഈ പരസ്യപ്പെടുത്തുന്നത് എനിക്ക് ഉൾപ്പെടെ അവരെ സബ്സിഡി പോലുള്ള സബ്സിഡി അല്ല എങ്കിൽ പോലും നമുക്ക് ആദായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാട്ടിൽ വയ്യാകക്കാർക്കൊക്കെ സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഞാൻ ചില വീട്ടിൽ നിന്നതാണ്. അപ്പോൾ ഒരു വീട്ടിൽ എത്ര പേർക്ക് ആധാർ കാർഡുണ്ടോ അത്രയും പേർക്ക് OTP മുഖേന 1 കിലോ പഞ്ചസാര 8 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഒരു വീട്ടിൽ ഒരു കാർഡിനല്ല, എത്ര പേര് ആധാറുള്ളവരുണ്ടോ അവർക്കൊക്കെ 1 കിലോ പഞ്ചസാര ഒരു മാസം കിട്ടുന്ന തരത്തിലാണ് ഞാനത് ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി. എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ള ആളുകൾ ഈ ആധാറുമായി വന്ന് പഞ്ചസാരയും മറ്റിതര സാധനങ്ങളും ഒക്കെ വാങ്ങി എല്ലാവരും ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ 5-ാം വാർഡുകാരല്ല, കേരള പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ എല്ലാ ആളുകളും വന്ന് വാങ്ങിക്കുക. ഇവരുടെ സേവനങ്ങൾ വയ്യായികക്കാർക്ക് പോലുള്ള ആളുകൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ ഒരു വലുതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഓരോ കസ്റ്റമർമാർ സാധനം എടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിൽ ഒരു വിഹിതമാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ചെയ്യാത്ത ആളുകൾക്കൊക്കെ ചെയ്യുന്ന സേവനം. എനിക്ക് കൂടുതൽ പറയാറുണ്ട്, പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനപ്പോൾ നിർത്തുകയാണ്. ഈ സ്ഥാപനം നാൾക്ക് നാൾ മെച്ചപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.